ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാവും. ശിമിയോൻ പത്രോസ് പറയുന്ന വാക്കുകളാണ്. ഈശോയുടെ രൂപാന്തരീകരണം കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടെ സന്തോഷത്തോടെ പത്രോസ് വന്ന് ഈശോയോട് പറയും, ഈശോയെ, നാം ഇവിടെ എപ്പോഴും താമസിക്കുന്നത് നല്ലതാണ്. അതെന്താണെന്ന് അവൻ അറിയുന്നില്ല, പക്ഷെ എന്തോ ഒരു ദൈവാനുഭവം അവന് അവിടെ ബോധ്യമായി. ആ ദൈവാനുഭവം സ്വന്തമാക്കിയപ്പോൾ അവൻ പറഞ്ഞു, എപ്പോഴും ഈ ദൈവാനുഭവത്തില് ആയിരിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, ശിമിയോൻ പത്രോസ് പറഞ്ഞ ഈ വാക്കുകള് നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് പറ്റണം. എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ പരിപാലിക്കുന്നുണ്ട്, അവൻ എൻ്റെ കരം പിടിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും പാപത്തിന്റെ വഴിയെ പോവില്ല. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തി മറ്റൊരുവന് ഒരിക്കലും ഒരു തിന്മ ചെയ്യത്തില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ചില തെറ്റുകൾക്ക്, ചില പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. ചില മോഹങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നപ്പോഴാ ദൈവം എന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴാ. അതുകൊണ്ടാണ് ശിമിയോൻ പത്രോസിന്റെ ഈ വാക്കുകള് എപ്പോഴും ജീവിതത്തില് ഓർത്തിരിക്കാനായിട്ട്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്നും പരിശുദ്ധിയുള്ളതായിരിക്കും. തമ്പുരാന്റെ സാന്നിധ്യമുള്ളിടത്ത്, തമ്പുരാനെ ഓർത്തിരിക്കുന്ന നിമിഷങ്ങളിൽ ഒരിക്കലും പാപത്തിന്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. പൈശാചികമായ ശക്തികളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നോമ്പിന്റെ ദിനങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ പറഞ്ഞത്. കൂടുതൽ സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം, കൂടുതൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ സാന്നിധ്യത്തില് ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് മാറുന്നത്. ഇനി ആഗ്രഹിക്കുമ്പോൾ തടസ്സം ഉണ്ടാകും കേട്ടോ. ഇഷ്ടംപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും, സഹനങ്ങളുണ്ടാകും. പക്ഷെ വീണു പോകാതെ വിശ്വാസത്തോടെ അവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക്, കാരണം ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ എൻ്റെ കരം പിടിച്ചിരിക്കുമ്പോൾ ഏത് സഹനങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നോമ്പൊക്കെ തീരാൻ പോവുകയല്ലേ. നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ കൂടുതൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ഞാൻ കൂടുതൽ വായിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് അടിയൊഴിച്ച് വിശ്വസിക്കുവാനായിട്ട്, അവന്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് തിന്മയുടെ ശക്തികളിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.